മുൻ ബജറ്റുകളൊക്കെ അവതരിപ്പിച്ച, അതായത് ഇതിനു മുൻപ് അവതരിപ്പിച്ച മുൻ ബജറ്റുകളൊക്കെ അവതരിപ്പിച്ച് ഏറെ വ്യത്യസ്തവും കുറെ പ്രഖ്യാപനങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ബജറ്റായിരിക്കും ഇത്തവണത്തേതെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ 11 മണിക്ക് തന്നെ അവതരിപ്പിക്കും. തുടർച്ചയായി 9 തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന ഖ്യാതിയോടുകൂടിയാണ് നിർമ്മല സീതാരാമൻ ഇക്കുറി ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഞായറാഴ്ച ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നു എന്നതും ഇക്കുറി ഒരു പ്രത്യേകതയാണ്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2017 തൊട്ടാണ് ഇതിനൊരു മാറ്റം വരുന്നത്. ഫെബ്രുവരി 28 നിന്ന് ഈ ബജറ്റ് അവതരണം ഫെബ്രുവരി 1 മാറ്റുന്നത് 2017 തൊട്ടാണ്. അതിന് മുൻപ് 2015-ലും 2016-ലും കഴിഞ്ഞ 2025-ലുമൊക്കെ ബജറ്റ് വന്നത് ശനിയാഴ്ച ദിവസമായിരുന്നു. അപ്പൊ ഈ ഫെബ്രുവരി 1 ഈ ദിവസം ഞായറാഴ്ച വന്നത്, അതുകൊണ്ട് ഞായറാഴ്ച അവതരിപ്പിക്കുന്നേ ഉള്ളൂ. മുൻ വർഷങ്ങളിലൊക്കെ അവഗണനയായിരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ട് തന്നെ അവഗണന ഉണ്ടായിരുന്ന പല സംസ്ഥാനങ്ങൾക്കുമൊക്കെ ഇത്തവണ കുറച്ചധികം പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബജറ്റിൽ എന്തൊക്കെയായിരിക്കും. അതേ നമ്മൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. നിർമ്മല സീതാരാമൻ ധനമന്ത്രി ഇറങ്ങിയിട്ടുണ്ട്. കയ്യിൽ ബജറ്റ്, അതിനുള്ളിലാണ് എന്തൊക്കെയാണ് ഈ രാജ്യത്ത് ഈ വർഷം പറയാനുള്ള കാര്യങ്ങളെന്ന് ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് ടാബുമായിട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവരുടെ ഔദ്യോഗിക വാഹനത്തിലേക്ക് കയറുന്നു. പുറപ്പെട്ടിട്ടുണ്ട്, ധനമന്ത്രി വസതിയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത്ലാലും തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് സ്റ്റോണും നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ശരത്ത്, ധനമന്ത്രി കയ്യിൽ നമ്മുടെ ടാബൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതിനുള്ളിലാണ് പ്രഖ്യാപനം. ഈ രാജ്യം കാത്തിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയായിരിക്കും അതിനുള്ളിലെന്നാണ് അറിയേണ്ടത്. 11 മണിക്ക് തന്നെ ബജറ്റ് അവതരണം തുടങ്ങുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കാം ശരത്ത് നമുക്ക് ഈ സമയം? ഗുഡ് മോർണിംഗ് സതിലക്ഷ്മി. ഏതായാലും ധനമന്ത്രി അവരുടെ വസതിയിൽ നിന്ന് ബജറ്റിന്റെ പെട്ടിയുമായിട്ട് ധനകാര്യ മന്ത്രാലയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ധനകാര്യ മന്ത്രാലയത്തിൽ എത്തിക്കഴിഞ്ഞു. അവിടെ തൻ്റെ സഹമന്ത്രിമാരുണ്ട്. അവരുമായിട്ടും ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി ബജറ്റിന്റെ അവസാന മിനുക്കുമണികൾ അല്ലെ അവസാന സ്പീച്ചസ്, ബജറ്റ് സ്പീച്ചിന്റെ അവസാനം ഒരു നോട്ടം നോക്കും. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ബജറ്റ് 13ാമത്തെ ബജറ്റാണ്. അതായത് നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ 13ാമത്തെ ബജറ്റാണിത്. നിർമ്മല സീതാരാമൻ്റെത് 9ാമത്തെ ബജറ്റും എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഒരു കാര്യം നമുക്ക് വ്യക്തതയോടെ പറയാൻ കഴിയും. ഈ തവണത്തെ ബജറ്റ് സംബന്ധിച്ചിടത്തോളം നിരവധി പ്രതീക്ഷകളാണ് രാജ്യത്തിനുള്ളത്. കാരണം അമേരിക്കയിലെ ഇറക്കുമതി ചുങ്കം കൂട്ടിയത് മുതൽ കയറ്റുമതിയെ സാരമായി ബാധിക്കുകയും അതിനൊരു പരിഹാരം എന്ന നിലയിൽ യൂറോപ്യൻ യൂണിയനുമായി ഒരു സ്വതന്ത്ര വ്യാപാരക്കാരിൽ ഒപ്പിടുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഈ ബജറ്റ് എന്ന് നോക്കണം. അതുപോലെ തന്നെ രാജ്യത്ത് ഉടനീളം പ്രതിരോധ ബജറ്റ് രാജ്യത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ രാംജിക്ക് കൂടുതൽ തുക കണ്ടെത്തേണ്ടതുണ്ട്. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് നിർമ്മല സീതാരാമന്റെ മുമ്പിലുള്ളത്. അതുപോലെ തന്നെ നേരത്തെ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വരുന്ന പ്രധാനപ്പെട്ട 4 സംസ്ഥാനങ്ങളുണ്ട്. പശ്ചിമ ബംഗാൾ, അതേപോലെ തമിഴ്നാട്, കേരളം, ആസാം. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ആസാമും അതുപോലെ വെസ്റ്റ് ബംഗാളും. അതുകൊണ്ട് തന്നെ ഈ 2 സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ബജറ്റ് വിഹിതത്തിന് അർഹതയിൽ ഈ വർഷം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ വെസ്റ്റ് ബംഗാളും ആസാമും ആയിരിക്കും ഈ ബജറ്റിലെ പ്രധാന കണ്ണികൾ. തമിഴ്നാടുമായിരിക്കും എന്ന കാര്യം രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. കേരളവും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം മിഷൻ 26 കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരളവും ഈ ബജറ്റിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എയിംസ് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ. ഏതായാലും രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ഇതൊരു രാഷ്ട്രീയ ബജറ്റ് തന്നെയായിരിക്കും എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അത്ര കണ്ട് പ്രധാനമന്ത്രി അമിത്ഷായും വെസ്റ്റ് ബംഗാളും തമിഴ്നാടും ആസാമും കേരളവും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ട പ്രചരണം തന്നെ പൂർത്തിയാക്കിയ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിലും ഈ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും എന്നതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാന സൗകര്യം, സാമൂഹ്യക്ഷേമം, അതേപോലെ തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ 4 മേഖലകളിൽ ഊന്നിയുള്ളതായിരിക്കും ബജറ്റ് എന്നാണ് സാമ്പത്തിക സർവേ കൂടി നമുക്ക്
മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ തവണ കൂടുതൽ കാര്യങ്ങൾ, അതായത് റെയിൽവേയൊക്കെ കൂടുതൽ തുക അനുവദിക്കും എന്നൊരു ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. കാരണം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനും അതുപോലെ അതിവേഗ ട്രെയിനുകളും അതിവേഗ പാതകളും ഒക്കെ തന്നെ ഈ തവണത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും എന്നാണ് സേതുലക്ഷ്മി പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രാജ്യം അതുപോലെ തന്നെ ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ തന്നെ വലിയ ജപ്പാനോടൊപ്പം തന്നെ മറികടന്ന് 4ാമത്തെ സാമ്പത്തിക ശക്തിയായ ഒരു അവസ്ഥയിൽ GDP അത്ര കൂടുതലായിട്ട് മറ്റ് ലോകരാജ്യങ്ങൾക്ക് മുന്നിലേക്ക് കുതിക്കുന്നൊരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയിൽ ലോകവും ഇന്ത്യയുടെ ഈ ബജറ്റ് ഉറ്റുനോക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഒരു ബജറ്റ് അവതരണമാണ്. ഇനിയിപ്പം 1-2 ഇപ്പം സമയം 9 മണി കഴിഞ്ഞ് 9 മിനിറ്റ് 11 മണിയോടുകൂടി തന്നെ ബജറ്റ് അവതരണം തുടങ്ങുകയും ചെയ്യും. നമുക്ക് കേരളത്തിന്റെ പ്രതീക്ഷകളോട് ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ വീണ്ടും ചരിത്രത്തിലേക്ക് വരാൻ പോകരുത്, തുടരണം. ഹാൻസെ പറഞ്ഞ പോലെ കേരളവും ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം എയിംസ് ആണെങ്കിലും അതേപോലെ തന്നെ ശബരിപാത ആണെങ്കിലും ഹൈസ്പീഡ് റെയിൽ ആണെങ്കിലും ഇത് മാത്രമല്ല വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നമ്മൾ കേന്ദ്രത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട്. കർഷകരുടെ ആവശ്യങ്ങൾ വച്ചിട്ടുണ്ട്. ഒരു കോറിഡോർ വേണമെന്നൊരു ആവശ്യം വച്ചിട്ടുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾ വച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. നിശ്ചയമായിട്ടും ശബരിപാതയും ഒരു ഹൈസ്പീഡ് ട്രെയിനും ഒക്കെ നമ്മൾ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എത്ര കണ്ടാണ് കേരളത്തിന് ഒരു പ്രതീക്ഷ ഇന്നത്തെ യൂണിയൻ ബജറ്റിൽ ഹാൻസ്? സേതു, സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തവണത്തെ ബഡ്ജറ്റിലുള്ളത്. സാധാരണഗതിയിൽ ശരത്ത് പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്നപ്പോൾ പ്രധാനമന്ത്രിയും പറഞ്ഞത് അത് തന്നെയാണ്. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന്. ആ വാക്ക് കേന്ദ്രം പാലിക്കുമോ എന്ന് സംസ്ഥാനം ഉറ്റുനോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ നേരിട്ട് കണ്ടപ്പോൾ 29 ആവശ്യങ്ങളുടെ ഒരു കത്ത് ധനമന്ത്രി KN ബാലഗോപാൽ നൽകിയത്. നിരവധി ആവശ്യങ്ങളാണ് ഈ കത്തിൽ ഉള്ളത്. പ്രധാനമായും വിഴിഞ്ഞം തന്നെയാണ്. ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അതിന്റെ വികസന പ്രവർത്തനങ്ങൾ, ഈ റെയിൽ കണക്ടിവിറ്റി അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പദ്ധതി അല്ലെങ്കിൽ ഒരു പാക്കേജ് പ്രഖ്യാപിക്കുക. സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിനായി ഒരു 21,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കുക. അതുകൂടാതെ തന്നെ ഈ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഇടനാഴി നൽകുക. കൂടാതെ ഈ റബ്ബർ അധിഷ്ഠിത എഞ്ചിനീയറിംഗിനും ഈ സമുദ്ര മൂല്യാധിഷ്ഠിത ശൃംഖലകളുടെ ശാക്തീകരണം എന്നിവയ്ക്ക് ഒരു പദ്ധതി വേണം. ഇക്കോ കൾച്ചറൽ സർക്യൂട്ടുകൾക്കും മെഡിക്കൽ ടൂറിസം ഹബ്ബുകളും വികസിപ്പിക്കാൻ പദ്ധതി. വിഴിഞ്ഞം ചവറ കൊച്ചി തീരമേഖലയെ ബന്ധിപ്പിച്ച് റെയർ എർത്ത് കോറിഡോർ. നമ്മളുടെ ബഡ്ജറ്റിലും ഉണ്ടായിരുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു ഈ റെയർ എർത്ത് കോറിഡോർ. അതിനുവേണ്ടി ഒരു പിന്തുണ സംസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ മനുഷ്യമൃഗ സംഘർഷം, സംസ്ഥാനത്ത് വലിയ രീതിയിൽ മനുഷ്യമൃഗ സംഘർഷം വർദ്ധിക്കുന്നുണ്ട്. അത് പ്രതിരോധിക്കുന്നതിനായി ഒരു 1000 കോടി രൂപ. മുതിർന്ന പൗരരുടെ സംരക്ഷണം ഉറപ്പാക്കാനും പ്രവാസികളുടെ നാട്ടിൽ പുനരധിവസിപ്പിക്കാനും പ്രത്യേക പാക്കേജുകൾ. നെല്ല് സംഭരണ കേന്ദ്രങ്ങളും മില്ലുകളും ആരംഭിക്കാനായി സപ്ലൈകോയ്ക്ക് 2000 കോടി. ഇതുകൂടാതെ തന്നെ സംസ്ഥാനം ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് എയിംസും അതിവേഗ റെയിൽ പദ്ധതി, ശബരി റെയിൽപാത ഇവയൊക്കെ തന്നെയാണ്. ഇവയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃപ്പൂണിത്തുറയിൽ കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി എത്തിയപ്പോൾ എയിംസ് കേരളത്തിൽ ലഭിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിൽ എയിംസ് ഉണ്ടാകുമോ എന്ന് തന്നെയാണ് കേരളം ആദ്യ പരിഗണന നൽകുന്നത് എയിംസിന് തന്നെയാണ്. ഒപ്പം തന്നെ ഈ എയിംസ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഏത് ജില്ലയിലായിരിക്കും എയിംസ് പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു ആകാംക്ഷയുണ്ട്. കാരണം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് കിനാലൂരിൽ ഇതിനോടകം തന്നെ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കേന്ദ്രമന്ത്രിമാർ, BJPയുടെ കേന്ദ്രമന്ത്രിമാർ പല ജില്ലകളും ഒരു പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ പല ജില്ലകളുടെ പേരുകൾ എടുത്തു പറയുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ എയിംസ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ഏത് ജില്ലയിലേക്ക് വരും എന്നുള്ളൊരു ആകാംക്ഷ കൂടി നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനം ബഡ്ജറ്റിലുണ്ടായിരുന്ന RRTS പദ്ധതി, അതിവേഗ റെയിൽ പദ്ധതി, അതിന് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പച്ചക്കൊടി ലഭിക്കുമോ എന്നൊക്കെ തന്നെ സംസ്ഥാനം നോക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ള അറിയാം കേരളത്തിന് എന്താണ് ലഭിക്കുന്നതെന്ന്. അതിനുശേഷം ധനമന്ത്രിയുടെ അടക്കം KN ബാലഗോപാലിന്റെ അടക്കം പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. സേതു, തീർച്ചയായും ഹാൻസ് പറഞ്ഞ പോലെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ പെട്ടിക്കുള്ളിൽ എന്തൊക്കെയാണ്, പെട്ടിക്കുള്ളിൽ കേരളത്തിന് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ശരത്തെ, മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ വട്ടത്തെ പോലെ പ്രൈവറ്റ് സെക്ടറിനൊക്കെ ഒത്തിരി കനിഞ്ഞ് നൽകിയ ഒരു ബജറ്റായിരുന്നു പ്രതിരോധ മേഖലയിലടക്കം. അപ്പോൾ ഇത്തവണയും പ്രൈവറ്റ് സെക്ടറുകൾക്കൊക്കെ നല്ല ഊന്നൽ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഈ നികുതി കുറയ്ക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പം കഴിഞ്ഞ ബജറ്റിൽ നമുക്കറിയാവുന്ന പോലെ നന്നായി സ്ലാബുകളൊക്കെ കുറച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ കാര്യമായിട്ടൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ അതോ ഇങ്ങനെ തന്നെ നിലനിർത്താനാണോ സാധ്യത? അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക വിദഗ്ധർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരത്ത്?
സേതുലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ തവണ ആദായ നികുതി സ്ലാബിന്റെ കാര്യത്തിൽ വളരെ കുറവ് വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഈ തവണ അത്തരം ഒരു കുറവിലേക്ക് വരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം സാമ്പത്തിക അടിത്തറയെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് ഇനിയും ആദായ നികുതി ഇളവ് നൽകിയാൽ രാജ്യം പോകുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം. അതിനെ സംബന്ധിച്ചോളം പ്രധാനമായും ഈ നികുതി ഘടനയിൽ പക്ഷേ സ്ലാബ് സിസ്റ്റം തുടരും, അത് ഉപേക്ഷിക്കപ്പെടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്നാൽ മധ്യവർഗത്തിന് ആശ്വാസകരമാകുന്ന അല്ലെങ്കിൽ കൂടുതൽ മധ്യവർഗത്തെ അടുപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ ഈ സ്ലാബ് ഘടനയിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല. കാരണം പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രധാനപ്പെട്ട 4 സംസ്ഥാനങ്ങളും മധ്യവർഗം വളരെ നിർണായകമാണ്, ഉദ്യോഗസ്ഥർ നിർണായകരമാണ്, അതുപോലെ തന്നെ ചെറുകിട വ്യവസായികൾ നിർണായകമാണ്, MSC സെക്ടർ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ചെറുകിട സൂക്ഷ്മ വ്യവസായ ഇടനാഴികൾ പോലെയുള്ള MSC സെക്ടറിൽ കൂടുതൽ പ്രാധാന്യം മോദി സർക്കാർ ഈ ബജറ്റിലും നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ടത് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള എന്താണ് ഈ വനിതാ ധനമന്ത്രി 9 തവണ ഒരു വനിതാ ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്ത്രീകൾക്കും അതുപോലെ സാമൂഹ്യ പരിരക്ഷ എന്തായിരിക്കും എന്നതും നമുക്ക് നോക്കിക്കാണുന്നുണ്ട്. ബീഹാറിൽ BJPയും അല്ലെങ്കിൽ ബീഹാറിലും മഹാരാഷ്ട്രയിലും ഒക്കെ BJP സ്വീകരിച്ച ഒരു നിലപാട് അല്ലെങ്കിൽ ഈ തവണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കേന്ദ്ര ബജറ്റിന്റെ ഭാഗമായി ഉണ്ടാകുമോ, സ്ത്രീകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക പദ്ധതികളും ഉണ്ടാകുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിൽ ഊന്നൽ നൽകുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതേപോലെ തന്നെ ശ്രീലക്ഷ്മി, പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഈ വികസനമാണ്. ഉദാഹരണം നഗരങ്ങളിലെ മെട്രോ നഗരങ്ങളുടെ വികസനമാണ്. ചെറുകിട മെട്രോ നഗരങ്ങൾ, ആ വികസനത്തിൽ എന്തൊക്കെ രീതിയിലാണ് നിർദ്ദേശങ്ങൾ ഉണ്ടാകുക എന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീലക്ഷ്മിക്ക് അറിയാം, GST ആണ്. GST കഴിഞ്ഞ അല്പമാസം മുമ്പാണ് GSTയിലെ വൻ പ്രഖ്യാപനം നടത്തിയത്. ആ സാഹചര്യത്തിൽ GSTയിൽ കൂടുതൽ ഇളവുകൾ അല്ലെങ്കിൽ GST കുറവോ അല്ലെങ്കിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ വകയില്ല എന്നൊരു അഭിപ്രായം വിദഗ്ധാഭിപ്രായം ധനകാര്യ വിലയിരുത്തൽ അല്ലെ വിദഗ്ധന്മാരുടെ അടുത്തുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊരു സാമൂഹ്യക്ഷേമ ബജറ്റ് തന്നെയായിരിക്കും എന്ന് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കൂടുതൽ നികുതി നിർദ്ദേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്, ശരി. അപ്പൊ നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയാകും ആ ടാബിനുള്ളിൽ ഉള്ളത് എന്ന്. ഓക്കെ ശരത്ത്, ശരി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ ധനമന്ത്രാലയത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. കയ്യിൽ ആ പട്ടിൽ പൊതിഞ്ഞ ടാബുമുണ്ട്. അതിനുള്ളിലാണ് അടുത്ത സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ഈ വർഷത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. കാത്തിരിക്കാം 11 മണിവരെ. നല്ല പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കല്ലേ? നമുക്കൊക്കെ നല്ല ഉണർവേകുന്ന പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് മധ്യവർഗമൊക്കെ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ പ്രതീക്ഷകൾക്കൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. അപ്പം നിങ്ങളുടെ ബജറ്റ് പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൂടി പറയൂ. ഞാൻ കമന്റ് സെക്ഷൻ നോക്കാം. എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, ഏതിലൊക്കെ പ്രഖ്യാപനം ഉണ്ടാകും, എന്തിലൊക്കെ കുറയ്ക്കാൻ സാധ്യതയുണ്ടോ, പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്ന കാര്യങ്ങളും കൂടിയൊക്കെ ഒന്ന് പറയൂ.